إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون വിശ്വാസികൾ സർവശക്തനായ റബ്ബ് തമ്പുരാന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅതു. സഹോദരന്മാരെ, ഒരു സംഭവ കഥയിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു കടുത്ത ശൈത്യമുള്ള ഒരു രാത്രി, പോരാത്തത് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. അതുമൂലം കടലിലെ തിരമാലകൾ പൊങ്ങുകയും താഴുകയും ഒക്കെ ചെയ്യുന്നു. ഒരു അതിർത്തിയിൽ ഒരു കാവൽക്കാരൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ക്ഷീണിച്ചിട്ടുണ്ട്. അയാളുടെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ പാടുകളുണ്ട്. ഒരു സഞ്ചാരി ഈ കാവൽക്കാരൻ്റെ അരികിലൂടെ പോകുമ്പോൾ അയാളോട് ചോദിച്ചു, താങ്കൾക്കൊന്ന് പോയി ഉറങ്ങിക്കൂടെ? എന്തിനാണ് അതിശക്തമായ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, കാറ്റ് വീശുമ്പോൾ താങ്കൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കണം? ഈ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലെ അതിർത്തി കാക്കാൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആ അതിർത്തികൾ കാക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. സഹോദരന്മാരെ, ഇതൊരു സംഭവ കഥയാണ്. ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ച് കാണാം. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, അതിർത്തി കാക്കുക എന്നുള്ളത് നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ മറിഞ്ഞു പോയ യഥാർത്ഥത്തിൽ മഹത്തായ ഒരു ആരാധനയാണ് അതിർത്തി കാക്കുക എന്നുള്ളത്. അതിന് അറബിയിൽ പറയാറുള്ളത് റിബാത്ത് എന്നാണ്. റിബാത്ത് എന്ന് പറഞ്ഞാൽ സോൾജർ, അതിർത്തി കാക്കുന്ന സോൾജർക്കാണ് മുറാബിത്തി എന്ന് പറയുന്നത്. സാധാരണ നമ്മളിങ്ങനെ കുനൂത്ത് ഓതുമ്പോഴൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ധാരാളമായി സോൾജർമാർക്കുള്ള അതിർത്തി കാക്കുന്ന കാവൽക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ധാരാളം കേൾക്കാറുണ്ട്. അല്ലാഹു മൻസുർ ഇഖ്വതനൽ മുറാബിത്തീൻ എന്നെല്ലാ കുനൂത്തിലും നമുക്ക് കേൾക്കാം. സഹോദരന്മാരെ, ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരാധനയാണ് യഥാർത്ഥത്തിൽ അതിർത്തി കാക്കുക എന്നുള്ളത്. നമ്മളൊക്കെ മറന്നു പോയിട്ടുള്ള ഒരു ആരാധന. വിശുദ്ധ ഖുർആൻ ഇതിലേക്ക് സൂചന നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, വസാബിറു, ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കണം. മറ്റൊരർത്ഥം, നിങ്ങൾ ശത്രുക്കൾക്കെതിരെ മികവ് കാണിക്കണം. പിന്നെയോ വറാബിത്തു, നിങ്ങളെ സന്നദ്ധരായി, പ്രതിരോധ സന്നദ്ധരായി നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ റിബാത്ത് എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. വത്തഖുല്ലാഹ്, ആ സന്നദ്ധരായി അവിടെ ഇങ്ങനെ നിന്നാ പോരാ, കാവൽക്കാരനായി നിന്നാ പോരാ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ഇഹപര വിജയം ലഭിക്കാൻ വേണ്ടി എന്നുള്ള. സഹോദരന്മാരെ, ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ അതിർത്തി കാക്കുക എന്നുള്ളൊക്കെ ജോലി ഒരു താന്ന ജോലിയാണ് എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യമാണ് പ്രവാചകന്റെ ഹദീസുകളിലും സുന്നത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ ജോലി ചെയ്താൽ അവന് ലഭിക്കാൻ പോകുന്നത്
ദുനിയാവും അതിലുള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമമായ പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ അരുളി, റിബാത്തു യൗമിൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി കാക്കുക എന്നുള്ളത് ഖൈറും മിനദ് ദുനിയാ വമാ അലൈഹ, ദുനിയാവിനേക്കാളും ആ ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും മികച്ചതാണ്, ഉത്തമമാണ് എന്ന്. എന്നിട്ട് പറയാം, വമൗദി സൗത്തി അഹദിക്കും ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ അലൈഹ, ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം അതാണ് ദുനിയാവിനേക്കാളും ആ ദുനിയാവിലുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള. സഹോദരന്മാരെ, ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണൽ തരി പോലെ ഇത്രയാണ്. എങ്കിൽ ആ ഭൂമിയും അതിലുള്ളേക്കാളും ഏറ്റവും വലിയതാണ് യഥാർത്ഥത്തിൽ ഈ ജോലി ചെയ്യുക എന്നുള്ളത്. റിബാത്ത് എന്ന് പറയുന്നത് കണ്ണെത്താ ദൂരത്തുള്ള ഒരു സമുദ്രം പോലെയാണ് എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു രാവും ഒരു പകലും ഒരാൾ നിന്ന് നമസ്കരിക്കുകയും ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുകയും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരു രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ജോലി ചെയ്യുക എന്നുള്ളത്. എന്താ തെളിവ്? ഇമാം മുസ്ലിം റഹ്മഹുല്ലാ പറയുന്നത് കാണാം, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റിബാത്തു യൗമിൻ വ ലൈല ഖൈറും മിൻ സിയാമി ശഹ്രിൻ വ ഖിയാമി, ഒരു രാവും ഒരു പകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുക എന്നുള്ളത് ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാളും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ്. എന്നിട്ട് പറയാം, ആ ദിവസത്തിൽ അയാൾ മരിച്ചാൽ ജറാ അലൈഹി അമലുഹു അല്ലദീ കാന യഅമൽ, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അയാൾക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, വഅജ്റ അലൈഹി റിസ്ഖുഹു വഅമിനൽ ഫതാൻ, അയാൾക്ക് ആ സ്വർഗ്ഗലോകത്ത് അദ്ദേഹത്തിന് അവനുള്ള റിസ്ക് നൽകപ്പെടുന്നതാണ്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫുളാനത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മയ്യിത്തിൻ യുഖ്തമു അലാ അമലി, ഓരോ മയ്യിത്തും അവന്റെ പ്രവർത്തനം അതോടുകൂടി പിന്നെ അവന്റെ മരണത്തോടു കൂടി നിൽക്കും. ഇല്ലൽ മുറാബിത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന സോൾജർ ഒഴികെ, കാവൽ നിൽക്കുന്ന സോൾജർ ഒഴികെ, ഫഇന്നഹു, അയാൾക്കുള്ള പ്രത്യേകത എന്താ? യുനമ്മാ ലഹു അമലു, അയാളുടെ പ്രവർത്തനങ്ങൾക്ക് എന്താവും? ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാവുന്ന, അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ചില സംഗതി ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നൊരു 100 ദീനാർ വെച്ചാൽ നമ്മളെ പിന്നെ അവസാനമാകുമ്പോൾ കോടികളും മില്യണും ട്രില്യനുമായി മാറുന്നത് പോലെ അവന്റെ പ്രവർത്തനം, ആ ഒരു ദിവസം ചെയ്ത പ്രവർത്തനം ആ രൂപത്തിലായി മാറും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മാത്രമല്ല, ഖബർ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് നിർഭയത്വം ലഭിക്കും. അപ്പൊ സഹോദരന്മാരെ, ഈ ജോലി എന്ന് പറയുന്നത് ഒരു നദിയാണ്. ആ നദി എന്താ? മഴ പെയ്താലും പിന്നെ മഴ നിന്നാലും ആ നദി ഇങ്ങനെ ഒഴുകും. മഴ പെയ്യുമ്പോഴും ആ നദിയിലൂടെ വെള്ളം ഒഴുകും, മഴ പെയ്ത് തീർന്നാലും എന്ത് ചെയ്യും? ആ നദിയിലൂടെ പിന്നെ ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ട്. ഇതാണ് ഒരു ദിവസത്തെ സോൾജിയർ, കാവൽക്കാരൻ, പറാബുകാരൻ, അവന് ലഭിക്കാൻ പോകുന്ന ആ പിന്നെ ഉത്തമമായ ആ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ നമ്മെ പഠിപ്പിക്കും. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഒരാൾ ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലു എന്ന് പറയുന്നുണ്ടല്ലോ, ഇല്ലാ മിൻ സലാത്തിൻ, 3 കാര്യങ്ങൾ ഒഴികെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ 3 കാര്യങ്ങളൊക്കെ നിലച്ചു പോകും. അതിലെന്താ? ഒന്ന് പറയുന്നത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, ഇൽമുൻ യുൻതഫഉ ബി, ഉപകാരപ്രദമായ അറിവ്, അല്ലേ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. സഹോദരന്മാരെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ മക്കള്, സാലിയായ മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ മരണത്തോടു കൂടി ആ പ്രാർത്ഥന നിന്നു. ഒരാൾ സദഖ ജാരിയ ചെയ്താൽ, ഒരു വെള്ളം, ഒരു കിണർ ഒരാൾ കുഴിച്ചാൽ ആ കിണർ പറ്റിയാൽ അതോടുകൂടി ആ പുണ്യം നിന്നു. ആലോചിക്കുങ്ങള്, അവരുടെ നാശത്തോടു കൂടി അത് നിന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സോൾജിയർ പണിയെടുക്കുന്ന ആ പിന്നെ കാവൽക്കാരനായ, അതിർത്തി കാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വരെ അയാളുടെ അക്കൗണ്ടിലേക്ക് ആ പ്രതിഫലം, ആ കൂലി വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള. സഹോദരന്മാരെ, മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ തറന്നാസ സുകാറ,
വമാഹും ബിസുകാറ വലാകിന്ന അദാബല്ലാഹി ശദീദ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ആളുകളൊക്കെ മത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല, മത്ത് പിടിച്ചവരല്ല. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യമാണ് ആ ദിവസത്തിൽ നിങ്ങൾ കാണുന്നത്. ആ ദിവസത്തിൽ അവർക്ക് രക്ഷ ലഭിക്കാൻ മൻ മാത മുറാബിത്തൻ ഫീ സബീലില്ലാഹ് അജ്റാ അലൈഹി അജ്റ അമലി സ്വാലിഹ് അല്ലദീ കാന യഅമൽ വഉജ്രി അലൈഹി റിസ്ഖഹ വഅമിന മിനൽ ഫത്താൻ വബഅസഹു അല്ലാഹു യൗമൽ ഖിയാമ ആമിന മിനൽ ഫസഇൽ അക്ബർ. ഹദീസിന്റെ അവസാനം പറയുന്നത് അന്ത്യനാളിൽ ഏറ്റവും ഗുരുതരമായ, ഏറ്റവും ഭയവിഹലമായ, ഏറ്റവും പിന്നെ പ്രശ്നങ്ങളുള്ള, രക്ഷപ്പെടാൻ പ്രശ്നങ്ങളുള്ള ആ അന്ത്യനാളിന്റെ ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല അവന് രക്ഷ നൽകുന്നതാണെന്ന് സഹോദരന്മാർ. അപ്പം മാത്രമല്ല, ഒരു മുറാബിത്ത് മരിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കാൻ പോകുന്നത് ഓൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഇബ്നു മാജ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ മാത മുറാബിത്തൻ മാത ഷഹീദ. ഒരാള് മുറാബിത്തായിക്കൊണ്ട് കാവൽ അതിര് കാക്കുന്ന പട്ടാളക്കാരനായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ ഷഹീദാണ്. ഖബർ, അവന് ലഭിക്കാൻ പോകുന്ന ഗുണം ഖബർ ശിക്ഷയിൽ നിന്ന് അവനെ സംരക്ഷിക്കപ്പെടും എന്നുള്ള. സ്വർഗത്തിൽ രാവിലെയും വൈകുന്നേരമുള്ള റിസ്ക് അവന് നൽകപ്പെടും എന്നുള്ളതാ. അവന്റെ പ്രവർത്തനത്തിന്റെ ആ പ്രതിഫലം അവന് വന്നുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല സഹോദരന്മാരെ, അവിടെയുള്ള ഒരു ദിവസം ഒരു മുറാബിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്ന് പറയുന്നത് 1000 ദിവസത്തിന് തുല്യാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്താ തെളിവ്? ഇമാം തിർമിദി നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉസ്മാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ റിബാത്ത് യൗമിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന ഒരാള് അയാളുടെ ആ പ്രവൃത്തിയുടെ ഫലം ഖൈറും മിൻ അൽഫി യൗമിൻ ഫീമാ സവാഹു മിനൽ മനാസിൽ. നമ്മൾ ഈ ദുനിയാവിൽ പലയിടത്തും ചിലപ്പോൾ കാവലിരിക്കാറുണ്ട്. അതിനേക്കാൾ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്, ദുനിയാവിലെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ് ഒരു ദിവസം കാവലിരിക്കുക എന്നുള്ളത്. എന്നിട്ട് ഹദീസ് പണ്ഡിതന്മാർ വിവരിക്കാണ്, നിങ്ങൾ മക്കയിൽ പോയിരുന്നാലും, ഹറമിലെ മക്കായിലെ പള്ളിയിലും മദീനായിലെ പള്ളിയിലും മസ്ജിദുൽ അഖ്സയിൽ പോയിരുന്നാലും അതിനേക്കാൾ പുണ്യമുള്ളതാണ് എന്നതാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റിബാത്ത് എന്ന് പറയുന്നത് ആളുകളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ? ഏറ്റവും വലിയ നിസ്വാർത്ഥമായ ഒരു സേവനമാണ്, ആ നിസ്വാർത്ഥമായ ഒരു പാഠശാലയാണത്. കാരണം എന്താ? അവൻ ആരും കയ്യടിക്കാറില്ല. ഓ മരിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? മറമാടുകയാണ് അല്ലേ? കയ്യടിയില്ല, ആളുകൾ പ്രശംസിക്കാറില്ല. പിന്നെ അവനും അവൻ്റെ റബ്ബുമായിട്ടാണ് അവൻ്റെ ബന്ധം എന്നുള്ളതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മളൊക്കെ അറിയാതെ പോകുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒരു അവസരമാണ് ഇത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് തമ്പുരാൻ ഇസ്ലാമിക പാഠങ്ങൾ അതിൻ്റെ തനതായ രൂപത്തിൽ പഠിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഭക്തരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒന്നുകൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, റിബാത്ത് എന്ന് പറയുമ്പോൾ കേവലം ആ അതിർത്തി കാക്കൽ മാത്രമല്ല. നമുക്കൊക്കെ ഇങ്ങനെ എല്ലാവരും പോയി അതിർത്തി നിൽക്കാൻ പറ്റില്ലല്ലോ, ആ ജോലി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കുള്ള റിബാത്ത് എന്താണ്? ഏറ്റവും വലിയ റിബാത്ത് എന്ന് പറയുന്ന സഹോദരന്മാരെ, നാം ഒരു കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ആ കൊട്ടാരത്തിൻ്റെ ഒരു പാറാവുകാരുണ്ടാവുമല്ലോ. ആ പാറാവുകാരൻ ചെയ്യുന്ന ജോലി എന്താ? അവൻ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കണം. കൊട്ടാരത്തിനകത്തുള്ളവരെന്ത് ചെയ്യാണ്? സുഖസുന്ദരമായി ഉറങ്ങുകയാണ് അല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ആ പാറാവുകാരനാണ് സഹോദരന്മാരെ. ആ ഹൃദയം നമ്മൾ മരിച്ചാലും അത് അറ്റുപോകുന്നില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ലഭിക്കാൻ, അത് ഉറങ്ങാതെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും രക്തം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കാൻ, നമുക്ക് ജീവൻ നൽകാൻ, ആ ഉറക്കത്തിലും നമ്മെ സംരക്ഷിക്കാൻ. ഇതുപോലെയാണ് സഹോദരന്മാരെ ഏത് സമയത്തും
ആ ഹൃദയം അള്ളാഹുമായി അറ്റാച്ച് ചെയ്യണം. ദുനിയാവിനോടുള്ള അറ്റാച്ചിനേക്കാൾ ആ ഹൃദയത്തിന് വേണ്ടത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഇതാണ് ഏറ്റവും വലിയ റിബാത്ത് എന്ന് പറയുന്നത് സഹോദരന്മാർ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാത്ത റിബാത്തുകളൊക്കെ യഥാർത്ഥത്തിൽ പ്രതിഫലം ലഭിക്കും. അപ്പോൾ വെറും ആ പണി ചെയ്താൽ പോരാ, നമ്മുടെ നമസ്കാരത്തിൽ നാം കൃത്യത നിൽക്കണം. അത് സ്ഥിരമായി പതിവായി ചെയ്യണം. ആ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നാം അത് ചെയ്യേണ്ടത്. അതേപോലെ ഈ ഫിത്നകളുടെ കാലഘട്ടത്ത് ദീനിനെ നാം മൃഗപ്പിടിക്കണം. അത് ഏറ്റവും വലിയ റിബാത്താണ്. പിന്നെ അള്ളാഹുവിന് താഅത്ത് ചെയ്യേണ്ടടുത്ത് നാം താഅത്ത് ചെയ്യണം. എല്ലാ അവസരങ്ങളിലും റബ്ബിനോടുള്ള താഅത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുള്ള ഒരു ഹദീസിൽ കാണാം, അലാ അദുല്ലുക്കും മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, സ്വർഗത്തിൽ പദവികൾ ഉയർത്തുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു തരട്ടെ. ഖാലു, സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരുവിൻ. ഖാല ഇസ്ബാഹുൽ വുളൂഹി അലൽ മക്കാരി, വിഷമം പിടിച്ച രംഗത്ത്, ഫിത്നയുടെ രംഗത്ത്, പ്രയാസങ്ങളുള്ള സമയത്ത് പൂർണ്ണമായി ഉളു ഉണ്ടാക്കുകയും എന്നിട്ട് വകസറത്തുൽ ഖുതാഇൽ മസാജിദ്, പള്ളിയിലേക്ക് കാലടി വെക്കുകയും ചെയ്യുക. ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരം കാത്തിരിക്കുകയും ചെയ്യലാണ് ഏറ്റവും വലിയ റിബാത്ത് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട റിബാത്ത് ഈ താഅത്തിലായിരിക്കണം. നമസ്കാരത്തിലും മറ്റനുഷ്ഠാന കർമ്മങ്ങളിലുമൊക്കെ ആയിരിക്കണം. അങ്ങനെ ആ റിബാത്ത് യഥാർത്ഥ മുറാബിത്തുകളായി മരിച്ചു പോകുന്ന, ഷഹീദായി പോകുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, നമ്മുടെ സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബുർ റഹ്മാൻ്റെ മകൻ റിയാദിൽ വെച്ചിട്ട് അയാളുടെ മോന് 15 വയസ്സായ മോൻ കൊഴഞ്ഞു വീണ് ഹോസ്പിറ്റലിലാണ്, കോമയിലാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു ലഭിക്കാൻ, ആ സുഖം ശിഫയാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോന് സുഖം നൽകി, ശിഫ നൽകി അള്ളാഹു അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുമാറാവട്ടെ. അള്ളാഹുവെ, അവരനുഭവിക്കുന്ന പ്രയാസം അത് സഹിക്കാനുള്ള ക്ഷമയും മനോവീര്യവും ആ മാതാപിതാക്കൾക്ക് നീ നൽകണേ തമ്പുരാന്. അതേപോലെ നമ്മുടെ യൂണിറ്റിലുള്ള ഒരുപാട് ആളുകൾ, ഷാഹുൽ ഹമീദ് ത്വാഹ സിറ്റി യൂണിറ്റിൽ, അതേപോലെ ഹവല്ലി യൂണിറ്റിൻ്റെ നാസിർ ചാവക്കാട് ഹവല്ലി യൂണിറ്റിന്, അതേപോലെ മറ്റൊരു പ്രവർത്തകനും അവിടെ ഉണ്ട്, അബ്ദുറഹീം, അവരുടെയൊക്കെ ബന്ധുവായ ഫറൂഖ് കോളേജിലെ പ്രൊഫസറും കൂടിയായ കുഞ്ഞുമോൻ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരോടൊപ്പം നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചില സഹോദരന്മാരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വ നബിയ്യിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വർള അൻ അസ്ഹാബിഹി അജ്മഈൻ വ അന്നാ മഅഹും ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ കുല്ലനാ വലാ തകുൻ അലൈനാ വൻസുർനാ വലാ തൻസുർ അലൈനാ വഹ്ദിനാ വയസ്സിർ ഹുദാ ലനാ. അല്ലാഹുമ്മ ആമിന്നാ ഫീ ഔതാനിനാ വഅദിം അലൈഹി നിഅമത്തുൽ അംനി വൽ ഇസ്തിഖറാർ. اللهم احفظ الكويت واهلها من كل شر ومكروه واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم احفظ اخوتنا المرابطين وثبت الارض تحت اقدامهم. اللهم وفق اميرنا وولي عهده لما تحب وترضى وخذ نواسيهما للبر والتقوى. واخر دعوانا ان الحمد لله رب العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.